കാഴ്ചയിലേറെ വളർന്നു നാമെങ്കിലും ഓർമ്മകൾക്കിന്നും ചെറുപ്പമല്ലേ. മിഴികളും മൊഴികളും മങ്ങിയാലും നമ്മൾ പാടെ മറക്കുമോ പോയ കാലം. കാഴ്ചയിലേറെ വളർന്നു നാമെങ്കിലും ഓർമ്മകൾക്കിന്നും ചെറുപ്പമല്ലേ. മിഴികളും മൊഴികളും മങ്ങിയാലും നമ്മൾ പാടെ മറക്കുമോ പോയ കാലം. 3 വർഷം അല്ലേ ശരിക്കും കുട്ടികളുടെ ജീവിതം ഒരു പ്രത്യേക സന്തോഷത്തിന്റെ വർഷങ്ങൾ തന്നെയാണ്. ആ സമയം ആദ്യമായിട്ട് ഒരു പുതിയ ഭാഷ പഠിക്കണം. അന്ന് ഈ സാധനങ്ങളൊക്കെ കാണിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ ആദ്യം തുടങ്ങണത്. കലം കിതാബ് ഒക്കെ അങ്ങനെ പഠിപ്പിച്ചിട്ട് അവസാനം പിന്നെ ഇതപ്പോ +2 കൂടി എത്തിയപ്പോഴേ കുറച്ചൊക്കെ ഇതായില്ലേ, വലിയ ക്ലാസ്സുകളിലും. അന്ന് HM ഒക്കെ ആരായിരുന്നു അവിടെ? അവിടെ ഒരു നാരായണൻ നായരായിരുന്നു. മാഷാണെങ്കിൽ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു കേട്ടോ. ഇവിടുന്ന് ഇവിടുന്ന് 6 മണിക്ക് പോകണം. ബസ്സുകൾ 4 എണ്ണം മാറി കയറണം. വെരുങ്ങോട്, ചെർപ്പശ്ശേരി, പട്ടാമ്പി പിന്നെ അതിൻ്റെ ഇടയിൽ അങ്ങനെ. അപ്പോൾ മാഷ് ചോദിക്കും, ചില ദിവസം ഞാൻ വൈകിട്ടേ എത്തുള്ളൂ, ബെല്ലടിക്കും. അപ്പോൾ ടീച്ചർ എപ്പോഴാണ് പോകുന്നത് ഇവിടുന്ന്? ഞാൻ 6 ബസ്സിന് തന്നെ സാർ വരുന്നത്. ഇപ്പം എന്താ പറയുക, എന്നാൽ പോയിക്കോളൂ, ക്ലാസ് പോയിക്കോളൂ എന്ന് പറയും. അങ്ങനെ ആ വരുന്ന സമയം നോക്കിയിട്ടൊക്കെ അങ്ങനത്തേക്കൊരു സഹായം നല്ലപോലെ കിട്ടിയിരുന്നു HMന്റെ കയ്യിൽ നിന്നും സഹപ്രവർത്തകരുടെ കയ്യിൽ നിന്നും ഒക്കെ. മലപ്പുഴ സ്കൂളിൽ കഴിഞ്ഞിട്ട് 3 വർഷം കഴിഞ്ഞ് ടീച്ചർ അവിടുന്ന് പിരിഞ്ഞ സമയത്ത് പിന്നെ അല്ല അവിടുത്തെ കുട്ടികളുടെ ഒരു വിഷമം, അതാണ് എഴുത്തുകളായിരുന്നു. അത് വലിയൊരു അനുഭവം തന്നെയാണ്. കാരണം കുട്ടികള് കത്തല്ലേ ധാരാളം. അപ്പൊ എന്നും പോസ്റ്റ് ബോക്സ് നിറയെ ഹൈമ ടീച്ചറുടെ കത്തേ ഉണ്ടാവുള്ളൂ എന്ന് പറയാറുണ്ട്. കുട്ടികളെ എനിക്ക് തന്നെ അത്ഭുതമായിരുന്നു. നന്നായിട്ട് ഒരു 2-3 കൊല്ലം തുടർന്നിരുന്നു അവരുടെ കത്ത്. എന്നും പോസ്റ്റ്മാനോടെ പറയായിരുന്നു പോസ്റ്റ്മാൻ, ടീച്ചർക്ക് കത്ത് ഇഷ്ടം പോലെ ഉണ്ടെന്നും ഒരു കെട്ടുണ്ടാവും. അങ്ങനെ ടീച്ചർ അവർക്ക് മറുപടി കൊടുക്കുമായിരുന്നോ? അതോ ഞാൻ മറുപടി കൊടുത്തിരുന്നു. ആ കുട്ടികൾക്ക് കിട്ടുന്ന വലിയ സന്തോഷം. അതെ, നമ്മൾ അവരുടെ ഒരു റെസ്പോൺസ് ഇല്ലെങ്കിൽ അവരുടെ വിഷമാവില്ലേ, നിരാശയാവില്ലേ. അപ്പൊ ഞാൻ കത്തൊക്കെ അയക്കാറുണ്ടായിരുന്നു കുട്ടികൾക്കും. അപ്പൊ അതൊരു വലിയ അനുഭവമാണ്. ടീച്ചർ ഇപ്പോ ആ സ്കൂളിൽ പഠിപ്പിച്ച കുട്ടീനെ കണ്ടതും ബസ് വെച്ച് കണ്ടതും അതെ എനിക്ക് അത്ഭുതമായി ആ കുട്ടി ഇങ്ങനെ പറഞ്ഞപ്പോ. കാരണം ഏകദേശം എനിക്ക് തോന്നുന്നു 5, 6, 7 പഠിപ്പിക്കുന്ന കുട്ടികളായിരിക്കുമല്ലോ. 7 വരെയല്ലേ ഉള്ളൂ. അതെ. അപ്പൊ ആ കുട്ടികളാണ് വീണ്ടും കണ്ടപ്പോ ടീച്ചറിനെ ആ ഒരു അനുഭവം പറഞ്ഞത്. പിന്നെ അതിന് ശേഷം പിന്നെ കൊല്ലങ്കോട് അല്ലേ? കൊല്ലങ്കോട് എത്ര വർഷം ഉണ്ടായിരുന്നു? അവിടെ ഒരു കൊല്ലം. അവിടുന്ന് ഇങ്ങോട്ട് അവിടുത്തെ അനുഭവങ്ങൾ എന്തൊക്കെയാണ്? കൊല്ലങ്കോടത്തെ അനുഭവങ്ങള് പൊതുവെ അത്ര ഒരു ഉള്ള ഏരിയ ആണല്ലോ അല്ലെ? ഒരു ഇതായിട്ടുള്ള ഏരിയയാണ്, ഉള്ളിലേക്ക് തനി ഗ്രാമീണ ഏരിയ ആണല്ലോ. പരസ്പരം ടീച്ചേഴ്സും ഒക്കെ ഒരു അങ്ങനെ വലിയതൊന്നുമില്ല, അടുപ്പൊന്നുമില്ല, അങ്ങനെ ഒരു അതിനുശേഷം പിന്നെ പോയത് അവിടുന്നാണ് ഇവിടേക്ക് വന്നത്, ചെർപ്പളശ്ശേരിക്ക് വന്നത്. പിന്നെ അവിടുന്നാണ് കടമ്പൂരിക്ക് വന്നത്. കടമ്പൂരിൽ നിന്നാണ് ചെർപ്പളശ്ശേരി. ഇനി ചെർപ്പളശ്ശേരിക്ക് പോവാം അല്ലേ നമുക്ക്? ചെർപ്പളശ്ശേരിയിൽ എത്ര വർഷം ഉണ്ടായിരുന്നു? അവിടെ അധികം ഉണ്ടായില്ല. വേഗം അവിടുന്നൊക്കെ ഈ അടുത്തടുത്ത് സ്കൂളിൽ വേക്കൻസി വന്നപ്പോഴേക്ക് അങ്ങനെ വേഗം വന്നതാ. അങ്ങനെയാണ് വട്ടേക്കാട് നിന്നും വേഗം ചെർപ്പളശ്ശേരി വേക്കൻസി വന്നു എന്ന് കണ്ടപ്പോ അവിടേക്ക് കൊടുത്തു, വേഗം കിട്ടി. ചെർപ്പളശ്ശേരിയിൽ നിന്നും വേഗം ഒരു 5-6 മാസത്തിന്റെ ഉള്ളിൽ പോകും. അത്രേ ഉണ്ടായി. ചെർപ്പളശ്ശേരി സ്കൂളിലെ അനുഭവങ്ങൾ എന്തൊക്കെയുണ്ടെന്ന് ടീച്ചർ പറഞ്ഞായിരുന്നു അല്ലേ? അതുപോലെ കുറച്ചേ ഉണ്ടായുള്ളൂ, എങ്കിലും 6 മാസം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എന്താണ് അവിടുത്തെ അനുഭവം എന്ന് പറയാമോ? അവിടുത്തെ HM ഒക്കെ ഇതുപോലെ അദ്ദേഹത്തിന്റെ പേര് നാരായണൻ നായർ തന്നെയായിരുന്നു. വല്ലപ്പുഴ സ്കൂളിൽ നാരായണൻ നായരായിരുന്നു, ഇവിടെ അത് തന്നെയായിരുന്നു. അദ്ദേഹം പറയും, അയാളുടെ ഒരു ഏറ്റവും വലിയ വിറ്റ്, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വിറ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഈ ഗൃഹലക്ഷ്മി വനിത എന്നൊന്നും വായിക്കില്ല കേട്ടോ. എന്റെ വീട്ടിൽ അത് 2 ഉണ്ട്. എന്റെ ഭാര്യയെ വനിതയാണ്, അത് ഗൃഹലക്ഷ്മി ആണേനും അവിടുത്തെ. അതുകൊണ്ട് എനിക്ക് ഇത് 2 വേണ്ട. അങ്ങനെ ഞങ്ങളൊരു തമാശ ഒന്ന് നല്ല രസമായിട്ട് എടുക്കുകയായിരുന്നു. അതുപോലെ എന്നോട് വലിയ ഇഷ്ടമായിരുന്നു. കാരണം ഇവിടുത്തെ CUP-യിലെ ബാലന്തമ്പ മാഷ് എൻ്റെ മാഷുമാണ്. ഞാൻ മാഷുടെ കീഴിൽ ലീവ് വേക്കൻസിയിൽ വർക്ക് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ മാഷ് പറഞ്ഞത്രേ, ഹൈമോദിയാണോ അപ്പോൾ നിങ്ങളുടെ ഹിന്ദി ടീച്ചർ? അപ്പോൾ ഇനി ഹിന്ദിയുടെ കാര്യത്തിൽ ഒട്ടും പരിഭ്രമിക്കേണ്ട കേട്ടോ, ഇനി ഹിന്ദി പ്രശ്നേ ആവില്ല എന്ന് മാഷ് ഒരു കോംപ്ലിമെന്റ് പറഞ്ഞു അത്രേ എന്ന് നാരായണ മാഷ് അവിടെ ഇതില് ഒരു സ്റ്റാഫ് മീറ്റിംഗിൽ പറഞ്ഞതാ. അത് അങ്ങനത്തെയൊക്കെ ചില ഞാൻ മറന്നിരുന്നു, ഗണേശൻ പറഞ്ഞപ്പോഴാണ് ഞാനത് ഓർക്കണത്.
അത്രയും എനിക്ക് പക്ഷെ അത് കേട്ടപ്പോ എന്റെ മാഷക്ക് ഇത്രയും എന്നോടൊരു ഞങ്ങള് സംസാരിക്കുമ്പോ ഈ ഇതൊക്കെ എന്നോട് പറയാൻ, അതുകൊണ്ടാണ് എനിക്ക് അല്ല അത് നല്ല കാര്യമായി. കാരണം ചില കാര്യങ്ങൾ ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിട്ട് എപ്പോഴും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. കുടുംബത്തില് ശരിക്കും എനിക്ക് തോന്നുന്നത് ഈ ചേച്ചിയും ഞാനും തമ്മിൽ ഞങ്ങളുടെ സാമൂഹ്യ ബന്ധങ്ങള്, പ്രവർത്തനങ്ങള് പോണത് ദിവസം എന്നുള്ള മാതിരി വിളിക്കൊണ്ട് എല്ലാ കാര്യങ്ങളും രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. അത് കാരണം ഞങ്ങൾക്ക് തമ്മിലുള്ളൊരു ബന്ധവും അതാ മാനസിക ബന്ധമാണ്. അല്ലെങ്കിൽ ഇന്ന് അവൻ ഇവിടെ എത്തേണ്ട യാതൊരു ചാൻസും ഇല്ല. അതെ, കാരണം ഞാൻ ഇന്റർവ്യൂവിന്റെ കാര്യം 2 ദിവസം മുമ്പ് പറഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷെ ഇന്നലെ പറഞ്ഞിട്ടേ ഉള്ളൂ ടീച്ചറിനോട്. പക്ഷെ അത് നിമിത്തം ആ മാനസിക പൊരുത്തം എന്ന് പറയില്ലേ, അതൊരു വലിയൊരു പിന്നെ അതിനുശേഷമായിരുന്നു പിന്നെ അടുത്ത സ്കൂൾ ഏതായിരുന്നു? അടുത്ത സ്കൂള് കടമ്പൂര്, ചെർപ്പളശ്ശേരി. കടമ്പൂര് കുറച്ചുകൂടി അടുത്ത്, ഇവിടുന്ന് ത്രൂ ബസ് ഉണ്ട് കടമ്പൂർക്ക്. അതാണ് കടമ്പൂര് സെലക്ട് ചെയ്യാനുള്ള കാരണം. അന്നൊരു രാവിലെ ഒരു BMS ഉണ്ട്, പോയാൽ വൈകുന്നേരം തിരിച്ച് അത് കിട്ടില്ല. എന്നാലും മംഗലാമെന്ന് വന്നാൽ എളുപ്പം ബസ് കിട്ടും. അങ്ങനെ വിചാരിച്ചിട്ട് ആണ് കടമ്പൂര് പോയത്. അവിടെ എത്തിയപ്പോഴാണ് അവിടുത്തെ മാഷ് ഇങ്ങനെ ഒരു 2 മാസം ആകുമ്പോഴേക്കും അവിടുന്ന് ട്രാൻസ്ഫർ കിട്ടി. GUP-ല് 2 മാസം അത്രേ ഉള്ളൂ. അപ്പോഴേക്കും GUP-ല് കടമ്പഴിപ്പുറം GUP-ല് വേക്കൻസി വന്നിട്ട് അവിടേക്ക് എനിക്ക് അപ്പോയിന്റ്മെന്റ് ഓർഡർ വന്നിട്ട് ഇരിക്കണ്ടായിരുന്നു. എനിക്കുള്ള ട്രാൻസ്ഫർ ഓർഡർ അവിടെയുണ്ട്. അദ്ദേഹം അതിനെടുത്ത് അണ്ടർഗ്രൗണ്ടിൽ വെച്ചു. ഇവിടുത്തെ ഹിന്ദി ടീച്ചറെ അയച്ചിട്ട് വിടാൻ പറ്റത്തില്ല, അതാണ് ടീച്ചറിനോടൊന്നും വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഒരാള് വന്നിട്ട് അപ്പൊ തന്നെ പോവാനൊന്നും ഞാൻ സമ്മതിക്കില്ല, ഞാൻ അതുകൊണ്ട് വിടില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും DD വിസിറ്റിന് വന്നു. DD വിസിറ്റിന് വന്നിട്ട് പറഞ്ഞു, ഈ ടീച്ചറാണ് ഇവിടെ വരുമ്പോഴേക്കും പോകണം എന്ന് പറയണം നിൽക്കണത്. അപ്പൊ അത് ഞാൻ വിടുകയൊന്നുമില്ല എന്ന് വലിയ DD കോംപ്ലിമെന്റ് കൊടുക്കുന്നു വിചാരിച്ചിട്ടാണ് DDയോട് മാഷ് അങ്ങനെ പറഞ്ഞത്. അപ്പൊ DD പറഞ്ഞു, അത് പറ്റില്ല, അത് ടീച്ചേഴ്സിന് അവനവന്റെ സൗകര്യമുള്ള സ്ഥലത്ത് കൊടുക്കണം എന്നല്ലേ നിയമം. അവരടുത്തുള്ള സ്ഥലത്തേക്ക് അവരെ വിടൂ. ഇവിടെ വേറൊരാളെ അയക്കൂ, എംപ്ലോയ്മെന്റിൽ നിന്ന് വരുമല്ലോ ആള്, ടീച്ചറെ വിട്ടോളൂ പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ പിന്നെ മാഷ് വേഗം വിട്ടു. അങ്ങനെ എനിക്ക് ഇങ്ങോട്ട് എത്താൻ പറ്റിയ കടമ്പഴിപ്പുറത്ത്. കടമ്പഴിപ്പുറം ഒരു ഫാമിലി ടീച്ചേഴ്സിന്റെ അത് തുടങ്ങിയത് അവിടുന്ന്. കടമ്പഴിപ്പുറത്ത് അവിടെ സാരമായി സകലത്തിലും മതസംഗ്രഹം ഗ്രഹിയാത്തതായി കാരണാന്തരമായി ജഗത്തിലുയർന്നു നിന്നിടുമൊന്നിനെ സൗരഭോൽക്കടനാഭി കൊണ്ടു മൃഗം കണക്കനുമേയമായി ദൂരമാകിലുമാത്മഹാർദ്ദ ഗുണാസ്പദത്തെ നിനയ്ക്കുവിൻ.